ഹായ് ഓൾ, ഏവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെൽഡിംഗ് പൊസിഷനാണ് അല്ലേ. ഇപ്പോൾ വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? വെൽഡിങ് ചെയ്യുന്ന പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ നമ്മൾ വെൽഡ് ചെയ്യും. അപ്പം ഈ പൊസിഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ വെൽഡിംഗ് പൊസിഷൻ എന്താണ്? ഫ്ലാറ്റ് പൊസിഷൻ അല്ലേ. ഫ്ലാറ്റ് പൊസിഷൻ്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ഹാൻഡ് പൊസിഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണ് പേര്? ഫ്ലാറ്റ് അല്ലേ. ഫ്ലാറ്റ് എന്ന പേരുള്ള ഈ ഒരു പൊസിഷനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണിത് ഡൗൺ ഹാൻഡ്. ഓക്കെ, ഈ ഒരു ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നൊട്ടേഷൻ മനസ്സിലായി അല്ലേ. 1F എന്നാണ് എന്ത് പറയുന്നത്? ഫില്ലറ്റ് വെൽഡുകളുടെ കേസ്. ഫില്ലറ്റ് വെൽഡുകളുടെ കേസിൽ എന്താണ്? 1F എന്നാണ് ഈ ഒരു ഫ്ലാറ്റ് പൊസിഷൻ പറയുന്നത്. അത് തന്നെ എന്താണ് നമ്മുടെ ബട്ട് വെൽഡുകളുടെ കേസ് അല്ലേ. ഇത് ബട്ട് വെൽഡ് അല്ലെങ്കിൽ ഇതിനെന്ത് പറയാം? ബട്ട് വെൽഡ് അല്ലെങ്കിൽ ഈ G എന്ന് പറയുന്നത് ഗ്രൂവിൻ്റെ ആണ് അല്ലേ. ഇപ്പോൾ ഗ്രൂവും ബട്ടും ഒന്ന് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുന്ന വെൽഡുകളുടെ കേസിൽ നമ്മളെന്ത് പറയും? ഇതിനെ ഗ്രൂവെന്നോ അല്ലെങ്കിൽ ബട്ടെന്നോ പറയാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള വെൽഡുകളാണെങ്കിൽ ഇതിനെ 1G എന്ന് പറയും. ഇനി ഫില്ലറ്റ് വെൽഡുകളുണ്ടല്ലോ, ട്രയാങ്കിൾ ക്രോസ് സെക്ഷനുള്ള വെൽഡുകൾ, അവിടെ നമുക്കിതിനെ 1F എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടേ, ഇവിടെ ഈ ഒരു പോർഷനിലാണ് ഈ ഒരു ഫില്ലറ്റ് വെൽഡ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ വെൽഡിങ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടായിരിക്കും ആൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആളുടെ കൈ എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും അല്ലേ. ഫ്ലാറ്റ് ആയിട്ട് വെൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള വെൽഡിങ് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? ഈ ഒരു ഡൗൺ ഹാൻഡ് അല്ലെ ഫ്ലാറ്റ് പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ വെൽഡർക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ളത്. കാരണം എന്താ? ഏറ്റവും ഈസി ആയിട്ട് അയാൾക്ക് കൺട്രോൾ ചെയ്ത് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണെന്ത്? ഈ ഒരു ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഫേസ് ഓഫ് ദ വെൽഡ്. ഓക്കെ, ഫേസ് ഓഫ് ദ വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഡിൻ്റെ ആ ഒരു ടോപ്പ് സൈഡ്, അതായത് ഗ്രൂവിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഫേസ് ഓഫ് ദ വെൽഡ്. ആ അടിവശമാണെങ്കിൽ എന്താണ്? അതിന് റൂട്ട് ഓഫ് ദ വെൽഡ് എന്നോ അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ വെൽഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഫേസ് ഓഫ് ദ വെൽഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇത് വെൽഡിൻ്റെ ആക്സിസ് ആണ് അല്ലേ. ആ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഇത്തരത്തിലൊരു വെൽഡിന് നമ്മൾ ഇതുപോലൊരു വെൽഡിന് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? അത് ഫ്ലാറ്റ് അഥവാ ഡൗൺ ഹാൻഡ് എന്ന് പറയും. അപ്പം 1G4 എന്താണ്? ഗ്രൂവ് വെൽഡുകൾ അല്ലെങ്കിൽ ബട്ടെന്ന് പറയാം. ഇനി 1F എന്താണ്? ഫില്ലറ്റ് വെൽഡുകൾക്ക് പറയുന്ന പേരാണ്. ഇപ്പോൾ ഒന്നാമത്തെ ബേസിക് വെൽഡിംഗ് പൊസിഷൻ കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഹൊറിസോണ്ടൽ ആണല്ലേ. രണ്ടാമത്തെ വെൽഡിംഗ് പൊസിഷനാണെന്ത്? ഹൊറിസോണ്ടൽ പൊസിഷൻ. ഹൊറിസോണ്ടൽ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത്? ഹൊറിസോണ്ടൽ പൊസിഷൻ വരുന്നത് ഈ ഒരു ഫിഗർ നോക്കി. ഫേസ് ഓഫ് ദ വെൽഡ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ആക്സിസ് ഓഫ് വെൽഡ് എങ്ങനെയാണ്? അപ്പം തൊട്ട് മുമ്പത്തെ ഫിഗറിൽ ആക്സിസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് പാരലൽ ടു എന്തായിരുന്നു? ആ ഒരു പാരലൽ ടു ഗ്രൗണ്ട് ആയിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ആക്സിസ് ഓഫ് വെൽഡ് വരുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇവിടുത്തെ വെൽഡിൻ്റെ ആക്സിസ് വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമ്മളതിന് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പോകുന്നു. അപ്പം ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 2G4 എന്നാണ്. ബട്ട് വെൽഡുകൾക്ക് ഇതിനെ 2G എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അത് തന്നെ ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്ക് എന്തായി? ഈ ഫില്ലറ്റ് വെൽഡിന് അത് 2F എന്ന് പറയാം അല്ലേ. അപ്പോൾ 2F എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2G, അതുപോലെ ഇതെന്താണ്? 2F. അപ്പോൾ ഈ പൊസിഷൻ 2F 2G എന്ന് കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടതാണ് ഹൊറിസോണ്ടൽ പൊസിഷനെയാണ് അത് സൂചിപ്പിക്കുന്നുള്ളത്. ഈ ഒരു ഫിഗറും കൂടെ മനസ്സിൽ വന്ന് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇവിടെയും ആക്സിസ് ഓഫ് വെൽഡ് എന്താണ്? പാരലൽ ടു ഗ്രൗണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, രണ്ട് ഫിഗറിലും അത് തന്നെയാണ്. ഇപ്പോൾ 2G 2F അതുപോലെ തന്നെ ഹൊറിസോണ്ടലാണ്. ആക്സിസ് ഓഫ് വെൽഡ് പാരലൽ ടു ഗ്രൗണ്ട് ആണ്. തൽക്കാലം നിങ്ങൾ അതിൻ്റെ ഒരു എന്താണ് പൊസിഷൻ, ആ പേരും ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഒരു കാര്യങ്ങൾ കൺഫ്യൂഷൻ ആകും. അതായത് ഫ്ലാറ്റും ഈ ഹൊറിസോണ്ടലും തമ്മിലൊന്നും ആ ഒരു പേരുകൾ കൺഫ്യൂഷനായി പോകാൻ പാടില്ല. അത് പഠിക്കുമ്പോൾ അത് ഓരോന്ന് ഫിഗർ നോക്കി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ വെൽഡിംഗ് പൊസിഷനാണെന്ത്? വെർട്ടിക്കൽ അല്ലേ. മൂന്നാമത്തെ വെൽഡിംഗ് പൊസിഷനാണ് വെർട്ടിക്കൽ പൊസിഷൻ. ഈ വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ എന്തുണ്ട്? അപ്പും ഉണ്ട് ഡൗണും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഇതൊരു ഫില്ലറ്റ് വെൽഡാണ്. ഇതാണ് അവിടുത്തെ ഫില്ലറ്റ് വെൽഡ് അല്ലേ. ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്ക് ഇത് ഡൗൺ ഹില്ലാണല്ലേ, അതായത് താപ്പോട്ടാണ്. അപ്പോൾ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇതിനെ എന്ത് പറയാം നമുക്ക്? 3F. ഓക്കെ, ഇനി വെർട്ടിക്കലി തന്നെയാണ്, പക്ഷേ താഴെ നിന്ന് മുകളിലേക്കാണ് വെൽഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? 3F അപ്വേർഡാണ്. ഓക്കെ, ഇത് ഡൗൺവേർഡാണ്. ഇപ്പോൾ രണ്ടും 3F എന്ന് പറയുമ്പോൾ അത് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡാണ്. പക്ഷേ വെർട്ടിക്കലിലാണ് എന്ത് ചെയ്യുന്നത്? വെൽഡിങ് നടക്കുന്നത്. വെൽഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് ആണ് വരുന്നത് അല്ലേ. വെൽഡ് ആക്സിസ് പെർപെൻഡിക്കുലർ ആണ്, ഗ്രൗണ്ടുമായിട്ട് 90 ഡിഗ്രിയിലാണ്. ഇവിടെ നോക്കി, ഇവിടെ ഇതൊരു ബട്ട് വെൽഡിൻ്റെ കേസ് അല്ലെങ്കിൽ ഗ്രൂവ് വെൽഡിൻ്റെ കേസിലോ
ഈ ഒരു 3F മാറി, കാരണം ഫില്ലറ്റിന് മാറിയിട്ട് അത് ഗ്രൂവ് വരും. എപ്പോഴും 3 തന്നെയാണ് ആ നമ്പർ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 3G എന്നാണ് അപ്പോൾ പറയുന്നത്. ഇതാ ഇവിടെ നമ്മൾ 3G എന്ന് പറഞ്ഞ് ഗ്രൂവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആവാം, ഡൗൺ ആവാം, വെർട്ടിക്കൽ. ആക്സിസ് ഓഫ് വെൽഡ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് ആണ് വരുന്നത്. ആ ഫേസ് ഓഫ് വെൽഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാവും. വെർട്ടിക്കൽ പൊസിഷൻ, വെർട്ടിക്കൽ അപ്പ് ആൻഡ് ഡൗൺ. 3F ആണെങ്കിൽ എന്താണ്? ഫില്ലറ്റ് വെൽഡാണ്. 3G ആണെങ്കിൽ അത് ബട്ട് വെൽഡാണ്, അല്ലെങ്കിൽ ഗ്രൂവ് വെൽഡാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം മൂന്നാമത്തെ പൊസിഷൻ നമ്മൾ നോക്കി. അടുത്തതെന്താണ്? ഓവർ ഹെഡ് പൊസിഷൻ. ഈ ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയുന്നതാണ് നമ്മുടെ ആ ഒരു ഹെഡിന് മുകളിൽ വരുന്ന വെൽഡുകളെയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്തരം പൊസിഷനുകളിൽ ഇരിക്കുന്ന വെൽഡ് ജോയിൻറ്റുകളെ നമുക്ക് ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓവർ ഹെഡ് പൊസിഷൻ എങ്ങനെയാണ്? ഇതാ ഇവിടെ നമുക്ക് ആ ഒരു ചെറിയൊരു ഫില്ലറ്റ് പോർഷൻ കാണാം അല്ലേ? ഇതിങ്ങനെ എൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഓവർ ഹെഡ് പൊസിഷൻ വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ആയിരിക്കും വെൽഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ ടോപ്പ് പോർഷനിലായിരിക്കും നമ്മൾ വെൽഡിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പൊസിഷനാണ് ഇവിടെ കാണുന്നത്. അടുത്തെന്താണ്? ഫേസ് ഓഫ് വെൽഡ് ആണല്ലേ. ഫേസ് ഓഫ് വെൽഡ്, അതുപോലെ തന്നെ ആക്സിസ് ഓഫ് വെൽഡ് വരുന്ന ബട്ട് വെൽഡ് വരുന്നുണ്ട്. ബട്ട് വെൽഡ് വരുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ഓവർ ഹെഡാണ് ഈ തരത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു വെൽഡ് എന്ന് പറയുന്നതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് പാരലൽ ടു ഗ്രൗണ്ട് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ അത് തലയ്ക്ക് മുകളിൽ വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? 4F എന്ന് വരും. ഇതെന്താണ്? 4G എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു എന്താണ് ഗ്രൂവ് വെൽഡ് ആയതുകൊണ്ട് അത് 4G ആണെങ്കിൽ ഇവിടെ നോർമലായിട്ടുള്ള ഫില്ലറ്റ് വരുമ്പോൾ അവിടുന്ന് 4F ആവും. അപ്പോൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4F. അതുപോലെ തന്നെ ഓവർ ഹെഡിൻ്റെ ഗ്രൂവ് വന്നാൽ അത് 4G ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഇതും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗർ പ്രത്യേകം എസ്പെഷ്യലായിട്ട് നമുക്ക് ഓർമ്മ വരും. കാരണം ഓവർ ഹെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഫിഗറാണല്ലേ. കൺഫ്യൂഷൻ ഒന്നും ആവാതെ ഓർത്തിരിക്കാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്കിനി ബേസിക് ആയിട്ടുള്ള വെൽഡിംഗ് പൊസിഷൻ ഈ നാളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വെൽഡിംഗ് പൊസിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫിഗർ വെച്ചിട്ട് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇത് മറക്കാതെ, അല്ലെങ്കിൽ പോകാതെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് പ്ലേറ്റ് വെൽഡിംഗ് പൊസിഷൻ്റെ ഒരു ടോട്ടലായിട്ട് നമുക്ക് ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പം പൊസിഷനുകളെ മൊത്തത്തിൽ നമുക്കൊരു ടേബിളിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ കാര്യം പറയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്താണ്? വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് പ്ലേറ്റിൻ്റെ കേസാണ്. അപ്പോൾ ഇതെന്താണ്? പ്ലേറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം വെൽഡിംഗ് പൊസിഷൻ ഇവിടെ യൂറോപ്യൻ നോംസും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ASME, അമേരിക്കൻ സൊസൈറ്റി ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ യൂറോപ്യൻ നോംസും ഉണ്ട്, അമേരിക്കയിലെ നോംസും ഉണ്ട്. അപ്പം ഇതിൽ വെൽഡിംഗ് പൊസിഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർ ഹെഡ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങളാണ് ഇതല്ലേ. 4 ബേസിക് പൊസിഷൻസ് ആണ്: ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഓവർ ഹെഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ഗ്രൂവ് ഉണ്ട് അല്ലേ. യൂറോപ്യൻ നോംസ് മാത്രം നമുക്ക് നോക്കാം, അതിനുശേഷം നമുക്ക് അമേരിക്കൻ നോംസ് നോക്കാം. യൂറോപ്യൻ നോംസിൽ, അതായത് യൂറോപ്പിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റിന് PA ആണല്ലേ. PA യൂസ് ചെയ്യുന്നു ഫ്ലാറ്റിന്. ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴും അതെന്താണ്? ഫ്ലാറ്റിന് PA എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൊസിഷൻ ആണെങ്കിലോ, ഹൊറിസോണ്ടൽ പൊസിഷൻ വരുവാണെന്നുണ്ടെങ്കിലോ അവിടെ PC ആണ് ഗ്രൂവിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PC യൂസ് ചെയ്യുന്നിടത്ത് ഫില്ലറ്റ് വരുമ്പോൾ അത് C മാറിയിട്ട് B ആവുന്നത്. അപ്പോൾ PB എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹൊറിസോണ്ടൽ ഫില്ലറ്റ്. PC എന്ന് പറയുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ ഗ്രൂവ് ആണ്. വെർട്ടിക്കൽ വരുമ്പോഴേക്ക് PGയും PFും ആണ് അല്ലേ. PG ഓർ PF. ഫില്ലറ്റിൻ്റെ കേസിൽ തന്നെയാണ് PG ഓർ PF ആണ് ഈ ഒരു ഗ്രൂവിൻ്റെ ഫില്ലറ്റിൻ്റെ കേസിൽ നമുക്ക് വെർട്ടിക്കലി വരുന്നത്. അടുത്ത ഓവർ ഹെഡ് ആണല്ലേ. ഓവർ ഹെഡ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? PE എന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ PD വരുന്നുണ്ട് അല്ലേ. അപ്പോൾ PEയും വരുന്നുണ്ട്, PDയും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് ഗ്രൂവ് വരുമ്പോഴത്തേക്ക് അത് PE ആവും. അത് തന്നെ എന്താണ്? നമ്മുടെ ആ ഒരു ഫില്ലറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതെന്തായി? PD ആയിട്ട് മാറും. അപ്പം ഇതാണ് യൂറോപ്യൻ നോംസിലെ ഫില്ലറ്റിൻ്റെയും ഗ്രൂവ് വെൽഡുകളുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പൊസിഷനുകളെ നൊട്ടേറ്റ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് അടുത്ത ASME ടൈപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഏതാണ്? ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്ന എപ്പോഴും ഈ ഒരു 1G 2G 3G 4G ആ ഒരു ടൈപ്പ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി ഇതുകൂടെ എന്ത് ചെയ്യാവുന്ന നോക്കി വെക്കുക. കാരണം വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഒരെണ്ണം പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഗ്രൂവിനകത്തിലെ ASME സെക്ഷൻ പ്രകാരം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ 1G 2G 3G 5G, അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലേ. 1G എന്തായിരുന്നു? ഫ്ലാറ്റ്. 2G എന്തായിരുന്നു? ഹൊറിസോണ്ടൽ. 3G ഫോർ വെർട്ടിക്കൽ. 4G ഫോർ
ഓവർ ഹെഡ് ആണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പം ഇവിടെ ഫില്ലറ്റ് വരുമ്പോഴത്തേക്ക് വ്യത്യാസം എന്തായിരുന്നു, എഫ് 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 എന്നുള്ളതാവും അല്ലേ. അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് എക്സ്ട്രാ നോക്കിയാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അടുത്തത് പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ ആണ് നോക്കിയത് അല്ലേ, പ്ലേറ്റ് വെൽഡിംഗ് പൊസിഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ നോക്കാം. ഓക്കെ, പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ നോക്കുമ്പോൾ അവിടെ ഫില്ലറ്റ് വരും ഇല്ല. പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ നോക്കുമ്പോൾ അവിടെ എന്താണ്, ഗ്രൂവ് മാത്രമാണ് നമുക്ക് വരുന്നത് അല്ലേ. കാരണം രണ്ട് പൈപ്പുകൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് ഈ ഒരു പോർഷൻ വെൽഡ് ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്, ഒരു ഗ്രൂവ് ആണ് അല്ലേ. ആ ഗ്രൂവിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഫിഗർ നോക്കി, ഈ ഒരു ടേബിളിൽ നോക്കി എന്തൊക്കെയാണുള്ളത്. ഒന്നാമത്തെ പൊസിഷൻ വരുന്നത് ഫ്ലാറ്റ് ആണ് അല്ലേ, 1 ഫ്ലാറ്റ്, 2 3, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് പൊസിഷൻ. അപ്പോൾ പൈപ്പ് വെൽഡിംഗ് പൊസിഷനകത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത് നോക്കാം. നമ്മൾ പ്ലേറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞു, ആ പ്ലേറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫിഗറുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ നോക്കിയേ, യൂറോപ്യൻ നോംസിലും അമേരിക്കൻ നോംസിലും. ഓക്കെ, ഗ്രൂവ് ആണ് രണ്ടിടത്തും. ഓക്കെ, ഇപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂറോപ്യൻ നോംസ് എന്താണ്, PA എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, PA ആയിരുന്നു. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കോ നമ്മുടെ പൈപ്പിൻ്റെ കേസ് ഗ്രൂവ് വരുമ്പോഴത്തേക്ക് അമേരിക്കൻ നോംസിൽ അത് 1G ആണ്. ഇനി ഹൊറിസോണ്ടൽ വെൽഡ് പൊസിഷൻ ആണെങ്കിൽ യൂറോപ്യൻ നോംസിൽ PC ആണ് അല്ലേ, PC വരും അല്ലേ യൂറോപ്യൻ നോംസിൽ. അത് തന്നെ ഇവിടെ 2G ആയിട്ട് മാറുന്നു. അത് AWS അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരം അത് 2G ആണ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ പൊസിഷൻ വെൽഡുകളാണെങ്കിൽ PF or PG അല്ലേ. മൾട്ടിപ്പിൾ പൊസിഷൻ വെൽഡുകളാണെങ്കിൽ എന്താണ്, PF അല്ലെങ്കിൽ PG ആണ് വരുന്നത്. അതായത് 5G എന്നാണെന്ന് പറയുന്നത് അതിൻ്റെ കൺവേർഷൻ വരുന്നത്. ഇനി ഇൻക്ലൈൻഡ് വെൽഡ്, ഇൻക്ലൈൻഡ് വെൽഡ് നമുക്കറിയാം, വെൽഡർ ക്വാളിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് പൊസിഷൻ ഏതാണ്, 6G ആണ് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം HL045 അതാണെന്ത്, നമ്മുടെ ഇൻക്ലൈൻഡ് ഓൾ പൊസിഷൻ വെൽഡ് എന്ന് പറയും. അപ്പോൾ ഈ HL045 എന്ന് പറയുന്നത് 6G ആണെന്നുള്ളതാണ് നമ്മുടെ ASME നൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, വെൽഡർമാരെ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം വെൽഡറെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെൽഡർക്ക് എന്ത് ചെയ്യാം, എല്ലാ പൊസിഷനുകളും ക്വാളിഫൈഡ് ആയ ഒരു വെൽഡറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പൊസിഷൻ ക്വാളിഫൈ ആയ പിന്നെ ഇതൊന്നും സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് എല്ലാ വെൽഡുകളും ചെയ്യാനുള്ള പൊസിഷൻസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായി എന്നുള്ളതാണ് 6G എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു വെൽഡറെ ക്വാളിഫൈ ചെയ്താലുള്ള സ്പെഷ്യാലിറ്റി. അപ്പോൾ അതും കൂടെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതാണ് പൈപ്പ് വെൽഡിംഗ് പൊസിഷൻ, ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, മൾട്ടിപ്പിൾ പൊസിഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻക്ലൈൻഡ് ഓൾ പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ 1G 2G 5G 6G ആണ് പൈപ്പിൻ്റെ കേസിൽ വരുന്നത്. നേരെ നമ്മുടെ പ്ലേറ്റിൻ്റെ കേസിലോട്ടൊന്നുകൂടെ നോക്കിയാൽ മനസ്സിലാവുന്ന ഡിഫറൻസ് എന്താണ്, അവിടെ 1G 2G 3G ആൻഡ് 4G ആണ് അവിടെ വരുന്ന ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പറഞ്ഞ കേസ് തന്നെയാണ് ഈ ഫിഗറിൽ ആ ഒരു സമ്മേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന ഫിഗർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1G 2G വരുന്ന ഫിഗർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. ഇവിടെ നോക്കി 1G എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നു പറഞ്ഞ് വരയ്ക്കാം. ഇതാണെന്ത്, ഇതാ ഇവിടെ വെൽഡ് വരുന്നല്ലേ. ഇവിടെ വെൽഡ് വരുമ്പോൾ ഇത് ടോപ്പിൽ നിന്ന് ഫ്ലാറ്റ് ആയിട്ട് വെൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, ദാറ്റ് ഈസ് പൈപ്പ് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലാറ്റ് പൊസിഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ സൈഡിലോട്ടൊന്നും വെൽഡിങ് പോയില്ല. അതാണെന്ത് ഈ ഒരു 1G എന്ന് പറയുന്നത്. അപ്പോൾ 1Gയിൽ പൈപ്പ് റോൾ ചെയ്ത് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അടുത്ത 2G വരുമ്പോഴത്തേക്ക് എന്തായി, ഈ പൊസിഷനാണ് അല്ലേ. അപ്പം ആക്സിസ് വെർട്ടിക്കൽ അല്ലെ പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് ആണ് വരുന്നത്. ഇവിടെ എന്താണ് ഹൊറിസോണ്ടലി വെൽഡ് ചെയ്യുന്നത്, അതാണ് 2G പൊസിഷൻ. അപ്പോൾ 1G പൊസിഷൻ നമ്മൾ പറഞ്ഞു, 2G കഴിഞ്ഞു. ഇനി അടുത്തത് 5G പൊസിഷനാണ് അല്ലേ. 5G പൊസിഷൻ വരുമ്പോഴത്തേക്ക് എന്താണ്, പൈപ്പിനെ ഹൊറിസോണ്ടലി ഇടുന്നു അല്ലേ. അപ്പോൾ ആക്സിസ് എന്താണ്, പാരലൽ ടു ഗ്രൗണ്ട് ആണ്. ഓക്കെ, പൈപ്പിൻ്റെ ആക്സിസ് പാരലൽ ടു ഗ്രൗണ്ട് ആണ്. അവിടെ വെൽഡ് വരുന്നത് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും വെൽഡ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വെൽഡ് വരുന്നത്. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് പോകുന്നത് ഈ ഒരു വെർട്ടിക്കൽ പൊസിഷനാണ്. അതായത് 5G എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള പൊസിഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 6G ആണ്. അപ്പോൾ 6G എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നമ്മളെ പൈപ്പിനെ നമ്മൾ ഇൻക്ലൈൻഡ് പൊസിഷനിൽ ടാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണെന്ത് 45 ഡിഗ്രി. ഓക്കെ,
45 ഡിഗ്രി. അപ്പോൾ ഈ പൊസിഷൻ വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് HL045 അഥവാ 6G എന്ന് പറയും. അപ്പം ഇത്രയും പൊസിഷനുകളാണ് പൈപ്പിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ പൈപ്പും പ്ലേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. ഇനി ഇത് നിങ്ങൾക്ക് അഡീഷണൽ റെഫറൻസിന് നിങ്ങൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻസൊക്കെ ഫർദറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അല്ലേ. PE തന്നെയാണെന്ത് 4G, നമ്മൾ ആ ഒരു ഇവിടെ പഠിച്ചില്ലേ, PE തന്നെയാണെന്ത് ഇവിടെ 4G എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ കേസിൽ. ഓക്കെ, അതുപോലെ എന്താണ് PD4F. ഓക്കെ, PD4F ഫില്ലറ്റിൻ്റെ കേസിൽ. കാരണം ഫില്ലറ്റ് ആയതുകൊണ്ടാണെന്ത് ഈ ഒരു കോർണർ ട്രയാങ്കിൾ ഷേപ്പ് വന്നേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബട്ടിനെയാണ് റെഫർ ചെയ്യുന്നത്. അതുപോലെ PC2G. ഓക്കെ, ഹൊറിസോണ്ടലിൻ്റെ കേസാണ് അല്ലേ. PC2G വന്നിരിക്കുന്നത് PC2G ഗ്രൂവിൻ്റെ കേസാണ്. PC2G വന്നിരിക്കുന്നത് ഗ്രൂവിൻ്റെ കേസാണ് വന്നിരിക്കുന്നത് പ്ലേറ്റിൻ്റെ കേസിൽ. അതുപോലെ PB2F. നോക്കി, PB എവിടെയാണ്, PB2F അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ തന്നെ ഫില്ലറ്റ് വരുമ്പോഴത്തേക്ക് അത് PB2F ആയി. അതുകൊണ്ടാണ് ഈ കോർണറിൽ വന്നിരിക്കുന്നത്. ഇത് PA1G നമുക്കറിയാം ഫ്ലാറ്റ് ആണ് അല്ലേ. ഇത് പിന്നെ എന്താണ് PG3G വെർട്ടിക്കൽ ഡൗൺവേർഡ്, PF3G വെർട്ടിക്കൽ അപ്വേർഡ്. ഓക്കെ, പിന്നെ ഫില്ലറ്റിൻ്റെ കേസിലുള്ളത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിനകത്തിൽ ഫർദറായിട്ട് ഒന്നും കൂടെ ഒന്ന് എന്താ ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഒരു ഫിഗറൂടെ റെഫർ ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊസിഷൻസ് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള 4 വെൽഡിംഗ് പൊസിഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എൻ്റെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.